യൂട്യൂബ് ചാനലിലെ ആൾക്കാരാണെങ്കിൽ അവർക്ക് പോസ്റ്റൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ടൂൾ ഉണ്ട്. യൂട്യൂബിന്റെ സ്റ്റുഡിയോ, യൂട്യൂബ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പബ്ലിഷ് ചെയ്യുക, പ്രീ പബ്ലിഷ് ചെയ്യുക, അതുപോലെ തന്നെ സ്കെഡ്യൂൾ ചെയ്യുക, IGTV ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിഷ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ പോസ്റ്റിന് വരുന്ന കമന്റ്സ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഫേസ്ബുക്കിന്റെ ഒരു ടൂളാണ് ക്രിയേറ്റീവ് സ്റ്റുഡിയോ. ഇതിലെങ്ങനെ നമുക്ക് പോസ്റ്റ് പബ്ലിഷ് ചെയ്യാം, എങ്ങനെ അതിൽ നമുക്ക് ഇൻസൈറ്റ്സ് കാണാം, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം എങ്ങനെ കണക്ട് ചെയ്യാം, മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ പബ്ലിഷ് ചെയ്യാം, മൾട്ടിപ്പിൾ വീഡിയോസ് ഉണ്ടെങ്കിൽ എങ്ങനെ മൾട്ടിപ്പിൾ വീഡിയോസ് നമുക്ക് പബ്ലിഷ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇത്. നമുക്ക് വീഡിയോക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫേസ്ബുക്കിന്റെ ക്രിയേറ്റീവ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ Facebook/ക്രിയേറ്റീവ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കാം. അപ്പോൾ ക്രിയേറ്റീവ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. അതുപോലെ തന്നെ ഇവിടെ ഹോം, നോട്ടിഫിക്കേഷൻ, ഇൻസൈറ്റ്, പ്രീ പബ്ലിഷ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഇവിടെ ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന്റെ സെക്ഷൻസ് നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഫേസ്ബുക്കിന്റെ കാര്യം എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം. നമുക്ക് പോസ്റ്റ് കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോസ്റ്റിന്റെ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏതാണ് പേജ് എന്നത് സെലക്ട് ചെയ്യുക. ഏത് പേജാണ്, ഇപ്പോൾ ഒരുപാട് പേജുകൾ വരും, അവിടെ നമ്മളെ പേജ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഒരു പേജ് കാണാവുന്നതാണ്. ഇവിടെ നമ്മുടെ ടെക്സ്റ്റോ കാര്യങ്ങളോ ഒക്കെ ആഡ് ചെയ്യാം. ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ, വീഡിയോസ് ആണെങ്കിൽ വീഡിയോ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം പബ്ലിഷ് ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇനി വീഡിയോസ് സ്കെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്കെഡ്യൂളിൻ്റെ ഓപ്ഷൻ എന്നുള്ളത് ഇവിടെ ടൈപ്പ് ഫോട്ടോസ് കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ ആ ഫോട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. എന്നതിന് ശേഷം ഓപ്പൺ കൊടുക്കാം. ഇവിടെ നമ്മൾ സ്കെഡ്യൂൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സ്കെഡ്യൂൾ കൊടുക്കാം. ഇപ്പോൾ ബാക്ക് ഡേറ്റിലാണെങ്കിൽ ഒരു എന്തെങ്കിലും ഡേറ്റ് മാറിപ്പോയി എന്നിരിക്കുക. അപ്പോൾ ബാക്ക് ഡേറ്റിൽ പബ്ലിഷ് ചെയ്യണമെന്നിരിക്കുക. അതിനായിട്ട് നമ്മൾ എന്താണ് ബാക്ക് ഡേറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഡേറ്റ് എന്നാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ January 12. ഇപ്പോൾ എന്നാണ് നമുക്ക് January 1 നമുക്ക് January 1 സേവ് ചെയ്യാം. എന്ന് ബാക്ക് ഡേറ്റിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഈ മൾട്ടിപ്പിൾ വീഡിയോസ് ആണെങ്കിൽ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് വീഡിയോ എന്ന് കൊടുക്കുക. മൾട്ടിപ്പിൾ വീഡിയോ എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയും വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാവുന്ന വീഡിയോ ഒക്കെ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ അഡ്വാൻസ് ലെവലിലുള്ള കോഴ്സ് യുനൈസ് അക്കാദമിയിൽ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ വീഡിയോസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ പബ്ലിഷ് ആയിട്ടുള്ള സ്കെഡ്യൂൾ ആയിട്ടുള്ള പോസ്റ്റുകൾ എങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതിൽ പ്രീ പബ്ലിഷ്ഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള പോസ്റ്റുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ സ്കെഡ്യൂൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ഇനിയിപ്പോൾ റീസ്കെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസ്കെഡ്യൂളിൻ്റെ ബട്ടൺ കൊടുക്കുക. ഇനിയിപ്പോൾ കൂടുതൽ ഇൻസൈറ്റ് കാര്യങ്ങൾ എത്ര ആൾക്കാർ കണ്ടു, എത്ര വിറ്റ്നസ് ചെയ്ത് വന്നു എന്നൊക്കെ അറിയാൻ വേണമെങ്കിൽ ഇൻസൈറ്റിൻ്റെ സെക്ഷൻ പോയിട്ട് നമുക്ക് എത്ര വ്യൂസ് വന്നു, എത്ര കൗണ്ട്സ് ആൾക്കാർ വാച്ച് ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഇൻസൈറ്റിൽ പോയാൽ മതി. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ ഏറ്റവും മുകളിൽ ഏറ്റവും തൊട്ടപ്പുറത്ത് തന്നെ ഇൻസ്റ്റാഗ്രാം സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് രണ്ട് ഓപ്ഷനാണ്. ഒന്ന് ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ളതിൽ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഫീഡിലേക്ക് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ IGTV നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോൾ IGTV ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് IGTV സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ പോസ്റ്റ് നോർമലി ചെയ്യുന്ന പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഏത് വീഡിയോ ആണോ ആ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് ക്രിയേറ്റീവ് സ്റ്റുഡിയോ യൂസ് ചെയ്യുന്ന ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമും ഒറ്റ പ്ലാറ്റ്ഫോം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മാത്രമല്ല IGTV ആയിക്കോട്ടെ, IGTV നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ IGTV നമുക്ക് സ്കെഡ്യൂൾ ചെയ്തിട്ട് ഒരുപാട് പോസ്റ്റ് ക്രിയേറ്ററൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് എന്താണ് സ്കെഡ്യൂൾ ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റിൽ നമുക്ക് പോകാൻ പറ്റും. ഇതാണ് നമ്മൾ ക്രിയേറ്റീവ് സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ തീർച്ചയായും ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ ക്ലാസ്സുകൾ നമ്മൾ യുനൈസ് അക്കാദമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്